ിരുന്നാൽ അതിനെന്തു കാരണം? അതിനാര് ബദൽ പറയും? അതിനാര് ഉത്തരം പറയും? അതിന് ആരാണ് ഉത്തരവാദി? ഈ സമൂഹമാണ്. ഈ സമൂഹത്തിലെ ചില വ്യക്തർ, ചില ചെറു ന്യൂനപക്ഷം, സത്യത്തിനെതിരെ മുന്നടയ്ക്കുന്നവർ, സത്യത്തെ ഭയക്കുന്നവർ, സത്യത്തിനെതിരെ ശബ്ദിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്നവർ, സത്യത്തിനെതിരെ ശബ്ദിച്ചാൽ അവനെ വായടപ്പിക്കുന്നവർ, അവനെ ഭ്രാന്തനെന്ന് ബുദ്ധികുത്തി, അവനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നു, അവനെ സമൂഹത്തിൽ ഭ്രാന്തനായി ചിത്രീകരിക്കുന്നു. എല്ലാ കാലത്തേക്കും അവനെ ഭ്രാന്തൻ എന്നുള്ള ഒരു വിശേഷണം കൊടുത്തുകൊണ്ട് തന്നെയാണ് നാരായണത്തെ ഇങ്ങനെ തങ്ങളുടെ ജീവിതം കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല, എങ്കിലും പറയുകയാണ്, ഈ സാഹചര്യത്തിൽ നാരായണത്തിനെ കുറിച്ച് ഒരു ചെറിയ കഥ മാത്രം ഞാൻ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇന്ന് പറയുന്നുള്ളൂ. മിച്ചം കാര്യങ്ങളെല്ലാം അടുത്ത് തന്നെ പറയാം. കാരണം നാരായണത്തൊരു ദുരാഗ്രഹിയായിരുന്നില്ല, അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നില്ല, അല്ല പബ്ലിസിറ്റി വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും ഒരു വ്യക്തിയുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി നിർബന്ധം പിടിച്ച് അതിന് വാശി പിടിക്കുന്ന ആളായിരുന്നില്ല, അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി ആരുടെയും കാല് പിടിക്കുന്നവനായിരുന്നില്ല. സ്വന്തം കാര്യം നേടാൻ വേണ്ടി എന്ത് നുണയും പറയുന്ന, ആരുടെയും കാല് തലോടാൻ തയ്യാറുള്ള ആയിരുന്നില്ല നാരായണത്ത്. അത് എൻ്റെ ഏറ്റവും ചെറിയൊരു കഥ പറയാം. അദ്ദേഹം ഭിക്ഷ സമ്പാദിച്ച്, കാലത്തെല്ലാം ഭിക്ഷ സമ്പാദിച്ച് ഉച്ചവരെ വെയിലും കൊണ്ട് ഭിക്ഷ കിട്ടുന്ന മലയുടെ കീഴിൽ ഒരു 500 അടി ഉയരത്തിലുള്ള ഒരു മലയാണത്. ഇപ്പോഴും കാണാം. അവിടെ നാരായണത്തിൻ്റെ പ്രതിമ ഇപ്പോഴും നിലയിലുണ്ട്. കൊപ്പത്തിനടുത്ത് രായമംഗലം മലയുടെ മുകളിൽ നാരായണത്തിനൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ്. അപ്പോൾ അദ്ദേഹം 12 മണി 1 മണി വരെ നാട്. ആ 12 മണിക്ക് ശേഷം തട്ടുച്ച വെയിലത്ത് മംഗലം മലയുടെ കീഴിൽ വന്ന് ഒരു വലിയ ഉരുളൻകല്ല്, ഒരു ചെറിയ കല്ല്, ഒരു കൈ കൊണ്ടോ 2 കൈ കൊണ്ടോ നിൽക്കുന്നതല്ല, ഒരു വലിയ ഉരുളൻ പാറ എടുത്തുയർത്ത് തള്ളി 500 അടി ഉയരത്തിലേക്ക് തള്ളിക്കയറ്റുന്നു. അധ്വാനം. ഇന്ന് നമ്മൾ ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി അധ്വാനം അദ്ദേഹം 1 മണിക്കൂർ 1/2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നു. ആ അധ്വാനത്തിൻ്റെ സംതൃപ്തി, അതാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഉറവിടം. ആ കല്ലുരുട്ടിന്ന് അദ്ദേഹം മലയുടെ മുകളിലേക്ക് വിയർത്തൊഴിച്ച് തള്ളി കയറ്റി മലയുടെ മുകളിലെത്തുമ്പോഴാണ് ആവേശം. ആ ആവേശത്തിൽ അദ്ദേഹം ലോകത്തെ പ്രപഞ്ചം കൊള്ളിക്കുന്ന പ്രകമ്പനം കൊള്ളിക്കുന്ന വിധം അട്ടഹസിക്കുന്നു, ചിരിക്കുന്നു. ചിരിച്ച് മലയെല്ലാം മുഴങ്ങുന്നു. മലയുടെ 4 ദിക്കിൽ നിന്നും ജ്വലിക്കുന്നു, എതിരൊളിവിൽ ജ്വലിക്കുന്നു അട്ടഹാസം. എല്ലാവരും കേൾക്കുന്നു. അപ്പോൾ തികച്ചും എല്ലാവരും പറയുന്നു, അതാ ഭ്രാന്തൻ ആരംഭിച്ചിരിക്കുന്നു, ഭ്രാന്തൻ വന്നിരിക്കുന്നു, അവൻ്റെ പണി ചെയ്യുന്നു. അവനതാ കല്ലുരുട്ടി മലയുടെ മുകളിൽ കയറ്റിയിട്ട് ആ കല്ലുരുട്ടി അവൻ താഴേക്കിടുന്നു. അതാ കൈകൊട്ടി ചിരിക്കുന്നു, ആർത്താർത്ത് ചിരിക്കുന്നു. അത് എന്തുകൊണ്ട് എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അവന് ഭ്രാന്തായതുകൊണ്ട് അവൻ അത് ചെയ്യുന്നു. അത്രയേ എല്ലാവരും ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ആ ചെയ്യുന്നതിൻ്റെ പൊരുൾ, അതിൻ്റെ യഥാർത്ഥ പൊരുൾ എന്താണെന്ന് അദ്ദേഹം മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. കാരണം ആ അധ്വാനം, നമ്മൾ ചെയ്യുന്നൊരു അധ്വാനം ചെയ്താൽ അതിന് തികച്ചും പ്രതിഫലം കിട്ടും. ആ പ്രതിഫലം കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത്. ആ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആസ്വാദനം, ജീവിതത്തിൻ്റെ സന്തോഷം. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം കിട്ടിയാൽ ആ പ്രതിഫലം കൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ആ പ്രതിഫലമാണ് നമ്മളുടെ സന്തോഷം എന്ന് നാം